ഹായ് ഹലോ, ഇതെൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആട്ടിൻകാൽ കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔഷധ സസ്യത്തെയാണ്. ഇതാണ് ആ കിഴങ്ങ്, ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. ഈ സസ്യത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ ആടിൻ്റെ സൂപ്പൊക്കെ വെച്ച് ആൾക്കാർ നമ്മൾ നടുവേദനയ്ക്കും അതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്കൊക്കെ കഴിക്കില്ലേ, അതുപോലെ തന്നെ ഗുണമുള്ള ഒരു കിഴങ്ങാണ്. ഈ കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് അതുപോലെ സൂപ്പ് ഉണ്ടാക്കി അതേ ഗുണത്തിൽ തന്നെ കഴിക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ടും നമ്മുടെ പഴയ മതിലുകൾ, പാറക്കൂട്ടങ്ങൾ, അതിലേക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇതുപോലെ മതിലിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലാണ് ഈ കിഴങ്ങ് ഉണ്ടാവുക. നമ്മുടെ പഴമക്കാർക്കൊക്കെ അറിയാൻ പറ്റും, പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല. ഇതാണ് ആ കിഴങ്ങ്. ആട്ടിൻകാൽ കിഴങ്ങെന്ന് പേര് വരാൻ കാരണം തന്നെ ഇതിൻ്റെ സ്കിന്ന് ഇതിങ്ങനെ ആടിൻ്റെ കാല് പോലെ തന്നെ നല്ല രോമം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് സൂപ്പ് ഉണ്ടാക്കാൻ നേരത്തെ ഇതുപോലെ സ്കിന്നങ്ങ് ചെത്തിക്കളയണം. സ്കിന്നിങ്ങനെ ചെത്തിക്കളഞ്ഞ് കഴിയുമ്പോൾ നല്ല ഉള്ളിൽ നല്ല വെള്ള പച്ച കൂടിയൊരു കളറിൽ ഇങ്ങനെ നമുക്ക് കിഴങ്ങ് കിട്ടും. സ്കിന്നെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കളയണം. ഇത് നമുക്ക് ആയുർവേദ കടകളിലും കിട്ടും മേടിക്കാൻ. പിന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ മതിലിൻ്റെ മുകളിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതാണ് ഈ കിഴങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം, സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. പച്ചയ്ക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല, സാധാരണ ഒരു കിഴങ്ങ് തിന്നും പോലെ തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ചുവന്നുള്ളി വേണം, കുറച്ച് മല്ലിയില, കുരുമുളക്, 2-3 പട്ട, ഗ്രാമ്പു, നല്ല ജീരകവും പെരുംജീരകവും. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഈ മല്ലിയില മിക്സിയിലിട്ട് അടിക്കണ്ട, ബാക്കിയെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചൊന്ന് ചതച്ച്, ഒരുപാട് ഓവറായിട്ട് പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് പാനിലിട്ടിട്ട് ഇത് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിലിട്ട് ചതച്ച് വെച്ചതാണ്. അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നോക്കുമ്പോൾ തന്നെ ചെറിയൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കിഴങ്ങിൻ്റെ. ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം നല്ല രീതിയിൽ വറ്റിച്ച് എടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ സൂപ്പ്, ആട്ടുകാൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് സൂപ്പ് എടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലാണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത്. കർക്കിടക മാസത്തിൽ ഒരു 7 ദിവസം അടുപ്പിച്ച് വെറും വെയിറ്റിലാണ് കഴിക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. നമ്മുടെ കൈകാല് വേദന, നടുവേദന, അതുപോലെ പ്രസവരക്ഷയ്ക്കും എല്ലാത്തിനും ഈ സൂപ്പ് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഒരു രസം കുടിക്കും പോലെയുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാനത് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഒരു രസത്തിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സൂപ്പാണ്. അതൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.